ഹലോ ഗായ്സ്, അപ്പൊ നമ്മളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഈ ഒരു വ്ളോഗ് ഞങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എടുക്കാൻ വിചാരിച്ച വ്ളോഗാണ് അല്ലേ. ഞങ്ങളിപ്പോ ആക്ച്വലി എന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ഫസലുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് ഫറൂഖിൽ നിന്ന് നേരെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാസിൽ പറഞ്ഞു എന്നോട്, എന്ത് മന്തി ഉണ്ട്, മന്തി അല്ല കൂവത്താളി. ബാസിൽ ഫസ്റ്റ് ഒരു വ്ളോഗില് ഇന്നൊരു കൂവത്താളി വാങ്ങിത്തരാറിന് പറ്റിച്ചേരി. അപ്പൊ ആ കൂവത്താളി ഇന്ന് വാങ്ങിത്തരാന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രേക്ഷകർക്ക് എന്തായാലും കാണിച്ചു തന്നെ, കാരണം നിങ്ങളോട് കൂവത്താളി 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 എന്ന് പറഞ്ഞിട്ട് അതെന്താന്ന് അറിയില്ല പ്രേക്ഷകർക്ക്. കൂവപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്, ഔഷധാണ്. ഒരുപാട് അസുഖങ്ങൾ മാറി. ഇതെന്താ ഭയങ്കര ശബ്ദം കുറഞ്ഞ് സംസാരിക്കണേ, നെശ്വല്ലായിട്ടാ? പിന്നെന്താ ഭയങ്കര ഡള്ളായിക്കണ്? ഉറക്കം വരുന്നൊന്നല്ല, അനക്ക് ഓളില്ലായിട്ട് എന്തോ ഒരു സങ്കടം എനിക്ക് കാണുന്നുണ്ട്. അല്ല, ദാമ്പത്തിക ജീവിതം കഴിഞ്ഞു നമുക്ക് ഏകദേശം എത്ര ആഴ്ചയായി? 2 ആഴ്ച കഴിഞ്ഞു. എന്തൊക്കെ മാറ്റങ്ങളാണ് താങ്കൾക്ക് ഫീൽ ചെയ്യുന്നത്? അതായത് ഇപ്പൊ ഞാൻ കെട്ടാൻ പോവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം അസുറുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ നാളെ അല്ലെങ്കിൽ ഒരു അടുത്ത മാസം കെട്ടാൻ പോവാണെങ്കിൽ കൂത്താളിക്ക് ആദ്യം മനസ്സിലേ. അപ്പൊ ഞാനിപ്പോ അടുത്ത മാസം കയറ്റി കെട്ടാൻ പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് താങ്കൾ തരിക? പിന്നെ അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ടാവല്ലോ. ഇല്ല, ഒന്നും ഇതുവരെ എന്താ ചോദിക്കുന്നത്? നിക്കാഹ് കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ടൈമുകൾ വെട്ടിച്ചുരുക്കേണ്ട കുറെ സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ പെണ്ണിന് വേണ്ടിട്ട് നമ്മള് കുറെ സമയം നമ്മളിപ്പോ നിക്കണില്ല. അതായത് ജസ്റ്റ് അന്ന് 2 ദിവസം ഒന്നുമല്ല, പിന്നെ തൈലല്ലോ. പിന്നെ നമുക്ക് അങ്ങനെ ടൈമിന്റെ ഒരു സീൻ ഇതുവരെ ഒന്നുമില്ല, ഇതുവരെ അറിയില്ല. നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നിക്കുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ എന്റെ നിക്കണില്ലോള് അല്ല, നമ്മളിപ്പോ ഫുൾ ടൈം നിക്കുമ്പോഴല്ലേ അങ്ങനെ അറിയുള്ളൂ. അപ്പൊ നശ്വന ബാസിൽ മഞ്ചേരി ആയി കൊടുത്തിക്കാണ്. ഓള് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കാണെന്ന് പറഞ്ഞത്. അല്ല, ഡ്രൈവിംഗ് സ്കൂളിൽ പോണ്ട, സ്കൂട്ടി ഓടിക്കും. അപ്പൊ എന്റെ ലൈസൻസിന്റെ മുമ്പ് പ്രൊസീജിയേഴ്സിന് വേണ്ടിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്തിക്കല്ല. നമ്മള് ഡ്രൈവിംഗ് സ്കൂൾ ത്രൂ ആണല്ലോ നമ്മള് ലൈസൻസ് എടുക്കുക. അപ്പൊ എന്താ വെച്ചാൽ അവിടെ ഒരു 8 ഇടണ്ടൊക്കെ 1-2 ക്ലാസ് ആ സംഭവങ്ങൾ, അതായത് ആ നാക്ക് പഠിപ്പിച്ചു കൊടുക്കുക. 8 ഇടണ്ടൊക്കെ നാക്ക് അറിയില്ല. ഓക്കെ, നമ്മളൊക്കെ ഞാൻ ഏകദേശം 2016 ലൈസൻസ് എടുത്തിച്ചോ. കൂത്താളുടെ കാക്ക ഉണ്ടെന്ന്, കൂത്താളുടെ കാക്ക ഉണ്ടോ നമുക്ക് നോക്കാം. ഈ കുടിക്കാണോ കാക്കണ്ടോ? ഹാപ്പിയാണോ നീ? ഡോർ ഓർക്കാം. പിന്നെടാ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ കൂവത്താളി. കാക്ക ചെമ്പട്ടി നിർത്തി കോരി തരുന്നുണ്ട് കേട്ടോ. നോട്ടോ അസല, ഇതെന്താണെന്ന് പറഞ്ഞ? ഔഷധാണ്. ഇത് ഔഷധാണോ കാ? ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലാത്തിനും പറ്റും. നമ്മൾ ഇതിലെ പാസ് ചെയ്യണ്ടെങ്കിൽ കുടിക്കാൻ പോകും. ഇത് കുടിക്കാൻ പോലില്ല. ഞാൻ കുടിക്കാൻ ചൂടാല്ലേ? കോൾഡ് ഡ്രിങ്ക് കരുതി. നമ്മളാ കൂവപ്പൊടിന്റെ ആ ടേസ്റ്റ് വരുന്നുണ്ട് അല്ലേ? ഓംപ്ലേറ്റ് ആണോ? ഓംപ്ലേറ്റ് പറഞ്ഞോ? ഓംപ്ലേറ്റ് എടുത്തോളൂ. ഡബിള് ഇതൊക്കെ ഡബിൾ ആയിരടാ. എനിക്ക് സിംഗിൾ പറഞ്ഞാലോ? നമ്മൾ സിംഗിൾ അല്ലേ? നീയും നമ്മളന്ന് എവിടാ? എന്റെ ആഗ്രഹം എന്താ മനസ്സിലെ, എല്ലാരും കല്യാണം കൂടി ചോറൊക്കെ തിന്ന് എല്ലാം സെറ്റായിട്ട് ലാസ്റ്റിന്റെ ഒരു കല്യാണം. അപ്പൊ എന്താ നടക്കൂല? നടക്കും, അത് നടത്തും. എന്റെ കൺസെപ്റ്റ് തന്നെ അതാണ്. എന്റെ കൺസെപ്റ്റ് അനുസരിച്ചുള്ള ഒരു ഭാര്യനാണെങ്കിൽ അൽഹംദുലില്ലാ ആണ്. എന്റെ കൺസെപ്റ്റ്, എന്റെ ആ ഒരു പ്ലാനിങ്ങിനനുസരിച്ചാണ് കല്യാണം കഴിച്ചത്. ഈ ഡേറ്റിന് കഴിക്കണം, ആ ഡേറ്റിന് തന്നെ കഴിച്ചു. എന്റെ പ്ലാനിങ് ആയിട്ടില്ലേ? അടിപൊളി സാധനം. ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇന്നാള് ഞാന് കാറിന്റെ ബോധല്ല അങ്ങനെ കിടക്കേ, ഒരു മുറുക്ക്
ചുണ്ടമ്പട കട്ടിട്ടോ ദമ്മായി സട്ട കുടഞ്ഞ് നീച്ചോ ഒരു സിപ്പ് അടിച്ചപ്പോത്തിന് നീച്ചട നിന്ന് മുടി നീച്ചോ. കാലിന്റെ ചെറിയ വിരല് മുതല് ഈ മേലി പൊന്തിക്കണ മുടി ഉണ്ടല്ലോ അത് വരെ ഒരു സാധനം കേറി ഒരു എനർജി കേറി താണത്. ഇതിനെത്ര റുപ്യ? 20 റുപ്യ. 20 റുപ്യ കേട്ടോ. അപ്പൊ എല്ലാരും അരീക്കോട് വരികയാണെന്നുണ്ടെങ്കിൽ സാധനം ട്രൈ ചെയ്യാം അല്ലെ. ഇത് അരീക്കോട് എവിടെയാണ്? ന്യൂ ബസാറിലാണ്. അപ്പൊ നമ്മളെ കാക്കാന്റെ കടങ്ങൾ കാണിച്ചറ. കൊല്ലങ്ങളായിട്ട് ആകാക്കിയാണ്. അപ്പൊ കാക്കാക്ക് ഇപ്പൊ സുഖമല്ല, നല്ല വലിവിന്റെ പ്രശ്നമൊക്കെ വന്നിട്ട്. അപ്പൊ കാക്കാന്റെ കുടുംബക്കാരൻ തന്നെയാണ് ഈ കാക്ക. അപ്പൊ മൂപ്പരാണ് ഇപ്പൊ നിക്കുന്നത്. ചൂടാണ്. കുരുമുളകില് ഇങ്ങനെ അല്ലെങ്കിൽ തൊട്ടടിന്ന് വാങ്ങണ ഈ ഓംപ്ലേറ്റ് ഉണ്ടല്ലോ, അതിനൊരു വേറെ ടേസ്റ്റ് ചെയ്യാറോ. ശ്രദ്ധിച്ചു പേരിലുണ്ടാക്കി കിട്ടൂല. പേരിലുണ്ടാക്കി കിട്ടൂല, എത്ര ഉണ്ടാക്കിയാലും കിട്ടൂല. അതെന്തുണ്ടാ കാക്ക? അതുണ്ടാവൂല. അത് എന്തുകൊണ്ടാ ഞങ്ങൾക്ക് അറിയില്ല. ആ ടെക്നിക്ക് പറഞ്ഞുതരൂല. ഫാസില, അപ്പൊ നമ്മള് കൂവത്താള് കഴിച്ചു. ഇനി എന്താണ് ഇനി അടുത്ത എന്തോ പ്ലാന്? മന്തി പീസ്. മന്തി പീസ്. സീൻ മന്തിയാണോ? ഗൾഫ് മന്തിയാണ്. അതായത് ഒരു 10-20 കുക്കർ നേരത്തെ വെച്ചിട്ടുണ്ടാവും. കുക്കർ പൊട്ടിച്ചാ മന്തി തട്ടാ, പൊട്ടിച്ചാ മന്തി തട്ടാ. ഞങ്ങള് കാക്കാന്റെ അടുത്ത് കൂവത്താൾ പിടിച്ചാൽ മതി. ഈ കൂവത്താൾ പിടിച്ചോ? ഇഷ്ടാണോ? നമ്മുടെ കൂവത്താളി നമ്മള് കുടിച്ചു കഴിഞ്ഞു. കൂവത്താളിന്റെ ടേസ്റ്റ് നമ്മളെ കൂവപ്പൊടി ഞാൻ പറഞ്ഞോ അസല, കൂവപ്പൊടിയും നമ്മളുടെ കഞ്ഞിന്റെ വെള്ളല്ലേ, കഞ്ഞിന്റെ വെള്ളം കൂവപ്പൊടി മിക്സ് ആക്കിയിട്ട് അതിക്ക് പഞ്ചസാര ഇട്ടാണ് ഉണ്ടാവും. കറക്കല്ലേ? അതല്ല ടേസ്റ്റ്. അതായത് കഞ്ഞിന്റെ വെള്ളത്തിന്റെ ഒരു കൺസിസ്റ്റൻസി, ഒരു തിക്ക് ഒരു വെള്ളം, അതിലേക്ക് പഞ്ചസാര ഇട്ടാണ്ട് നമ്മൾ കുടിക്കുക അല്ലേ. അനക്കിപ്പോ എങ്ങനെയാലും നശ്വനെ കാണണം. പിന്നെന്താ മുണ്ടാക്കണേ? മുണ്ടാക്കല്ല, പിന്നെ എനിക്ക് നല്ല ഉറക്കുണ്ട്. ഉറങ്ങല്ലേ പ്ലീസ്. ഇങ്ങനെ 10 എനിക്ക് മണിട്ട് നോക്കി ഞാൻ ഇങ്ങക്ക് ഈവനിങ് മുതൽ ഈ നേരം വരെ എന്റെ ഓണല്ലേ. അത് ശരിയാണ്. ഈവനിങ് പറയാൻ മാത്രമൊന്നുമില്ല, 4 മണി മുതൽ 9 വരെ. പക്ഷെ ബാസിൽ എനിക്കൊരു വാക്ക് നിങ്ങട്, ഞങ്ങള് അടിപൊളി ഒരു ട്രിപ്പ് പോകണ്ടല്ലേ. ഞങ്ങളെ ഗായ്സ് ഞങ്ങള് അടിപൊളി ട്രിപ്പ് പോകുന്നുണ്ട്. വ്യാഴാഴ്ച ഡേറ്റ് പറയണ്ടല്ലേ, സ്ഥലം പറയണ്ട, കൺഫേം ആയാലും ഞങ്ങളൊരു അടിപൊളി ട്രിപ്പ് പോകും. ബാസിലായോണ്ട് എനിക്ക് കൺഫേം ആവുന്നില്ല, പ്രതീക്ഷ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പത്തെ ബാസിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഇപ്പത്തെ ലേറ്റസ്റ്റ് ബാസിൽ അതൊരു വെറൈറ്റി ആണ്. അതെ, കാരണം ബാസിലിന്റെ പെണ്ണെട്ടിന്റെ ശേഷം അവന്റെ പെണ്ണുങ്ങളും അൽഹംദുലില്ലാ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഓളാണെന്നുണ്ടെങ്കിൽ ബാസിലിന്റെ പേരിൽ ഇരുത്താനായിട്ടില്ല. ഞങ്ങൾ ചെക്കന്മാരെ പോയി പറഞ്ഞാണ്ടില്ലേ, അങ്ങനെ നമ്മളെ വൈബ്. പിന്നെ ബാസിൽ എന്താ വെച്ചാൽ ഓന്റെ സ്കൂളത്തെ തിരക്കുകളാണ് ഓന് ഈ ഒരു വൈകുന്നേരത്തിന് ശേഷം നമ്മളെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അവിടെ ഒരുപാട് അതായത് നിയമപരമായിട്ട് അവിടെ കുറെ ബന്ധങ്ങൾ എനിക്ക് നിലനിർത്തുന്നതായിട്ടുണ്ട് അല്ലേ. അത് തെറ്റിക്കാൻ പാടില്ല. നമുക്ക് അവിടെ കുറെ അവിടെ നമ്മള് ഡ്യൂട്ടി അത് കഴിഞ്ഞാ പിന്നെ നമ്മള് ഇതേമാതിരി ഫുള്ള് നിങ്ങളപ്പോ എന്തിനാ 10 to 4 നമ്മളെ ടൈമാണ്. ഇതിന്റെ അവസ്ഥ ആലോചിച്ചു. ഇതിന്റെ അവസ്ഥ ശരിക്കും ആലോചിക്കണം. ഞാൻ എന്റെ കല്യാണത്തിന് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് മണ്ടിപ്പാഞ്ഞ് വന്ന് ചെക്കന്മാര് പറഞ്ഞ കസാഖിസ്ഥാനിക്കും പോയി പെണ്ണിട്ടില്ല, എനിക്ക് അന്നെ കിട്ടണില്ല. ഞാൻ ഇവിടെ ഒറ്റ പിരാന്തന എങ്ങനെ നിക്ക. ഇതിന്റെ അവസ്ഥ ഒന്ന് പരിഗണിക്കൂ. പക്ഷെ എന്റെ മെയിൻ പ്രശ്നം ഇതില്ലാത്തൊരു നീച്ചടക്കാണ്. അതുകൊണ്ടല്ല, എനിക്കിവിടെ ആരും ഇല്ലെങ്കിൽ പിന്നെ മന്തിക്കട ഇതാണ് മന്തിക്കട. ഗായ്സ് ഇതാണ് നമ്മളെ മന്തിക്കട. കാക്കാന്റെ കഴിക്കണ താല്പര്യം ഉണ്ടോ? എനിക്ക് താല്പര്യമുണ്ട്. അതും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണെന്ന് പറയണേ. നമുക്ക് ഇങ്ങോട്ട് വർക്ക് ചെയ്താലോ? വർക്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് ഇറങ്ങാൻ കഴിയില്ലേ? എനിക്ക് ഇറങ്ങാൻ കഴിയും. അപ്പൊ ഈ മന്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? സീൻ മന്തി ഗൾഫ് മന്തിയാണ്. അപ്പൊ ബാക്കിയുള്ളൊക്കെ ഇതിന് അതിന്റേതായ പ്രത്യേകത ഉണ്ട്. ഞാൻ എനിക്ക് മന്തിനെക്കാളും ഇഷ്ടം
അതിന്റെ പീസാണ്. ചിക്കൻ പീസ് അടിപൊളിയാ, സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്, ക്രിസ്പി ആണ്, ജ്യൂസി ആണ്. എനിക്ക് പീസ് മാത്രം മതി. എനക്കോ കുറച്ച് റൈസ് എടുത്തോ. അപ്പൊ അങ്ങോട്ട് പോയല്ലേ. ബാസിൽ പറഞ്ഞ ശരിയാട്ടോ, കുക്കറൊക്കെ കൂടി ആകെ നിരത്തി വെച്ചിക്കണ്. ഗൾഫ് മന്തിയാന്ന് പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാട്ടെ നമ്മൾ ഓർഡർ ചെയ്ത മന്തി. റൈസ് എടുക്കൂല പറഞ്ഞാണ്ട്, റൈസ് എടുക്കൂല പറഞ്ഞാണ്ട് ചാമ്പില ഒരു കോരി. ബാസിൽ ഡയറ്റിലാട്ടോ. ഈ ചിക്കൻ ടേസ്റ്റ് ചെയ്യണം. നോക്കട്ടെ, എന്റെ എക്സ്പ്രഷൻ നോക്കട്ടെ. നൂല് മതിയില്ല ചിക്കൻ. കൈക്ക് നോക്കട്ടെ. പഞ്ഞിമുട്ടായി പഞ്ഞിമുട്ടായി തഞ്ഞു പോവാ. ബാസിൽ പറഞ്ഞ ആ ഒരു വെറൈറ്റി മന്തി നമ്മൾ ട്രൈ ചെയ്തു അല്ലേ ബാസില? ബാസിൽ ഭയങ്കര ഇഷ്ടമാണെന്നാ പറഞ്ഞത്. എനിക്ക് ഏകദേശം കഴിച്ചപ്പോ എന്താ തോന്നി വെച്ച് കഴിഞ്ഞാല് ഫ്ലേവർ ഇല്ല. ഇത് ഒതന്റിക് ടേസ്റ്റ് ആണ്, റിയൽ മന്തിന്റെ ടേസ്റ്റ് ആണ്. അത് നമ്മളെല്ലാ മലയാളികൾക്കും പറ്റുമല്ലെന്ന് അറിയില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് പറ്റി, നമ്മളത് കഴിച്ചു പോന്നു. ചെക്കന്മാർക്ക് ഫുള്ള് നല്ല തിരക്കും കാര്യങ്ങളെല്ലാം കടയുണ്ടോ. നമ്മളെ മലയാളികളെ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. കാരണം മലയാളികൾക്ക് എന്താ വേണ്ടത്, മസാല കൂടി കുത്തി കുഴച്ചുള്ള ആ ഒരു സംഭവമാണ് വേണ്ടത്, ആ ഒരു മൂട വേണ്ടത്. പക്ഷെ അതല്ല, ഒതന്റിക് ടേസ്റ്റ്, ഒതന്റിക് മന്തി ട്രൈ ചെയ്യേണ്ട ആൾക്കാർ അവിടെ പോയി മന്തി ട്രൈ ചെയ്യാം. ആരാ വൈഫാ? ഏതൊക്കെ കോളൊക്കെ വരുന്നുണ്ട് ചെക്കന്. ആശിമ എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കൊന്നിട്ട് മന്തിയും കാര്യങ്ങളൊക്കെ കഴിച്ചു ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ബാസില? അപ്പൊ ഞങ്ങളൊരു സർപ്രൈസ് ഉണ്ട്. ബാസില് ജോർജിയക്ക് വരാൻ പോവാണ് അല്ലേ? എന്നാണ് വരുന്നത് നമ്മള്? ഡേറ്റ് പറയും, എന്നാലേ എനിക്ക് അന്നെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്കത് സ്റ്റാറ്റസ് ഇടാലോ. സമ്മർ വെക്കേഷനില്, അതായത് ഏപ്രിൽ ബാസിൽ ജോർജിയയിൽ എത്തുന്ന നമ്മോട് പറഞ്ഞത്. അതായത് ഫുൾ വെറൈറ്റി. അതായത് അല്ല, എല്ലാം പറയണം. എന്നോട് വാക്ക് നല്ല രീതിയിൽ പറയണം. ഇതുവരെ കണ്ട പോലെ ആവൂല അന്ന് ആരും കാണാം. അതെ, കാരണം വേറെ ഒരു ബാസില് അല്ലേ എന്തൊക്കെ അങ്ങനത്തെ പല കാര്യങ്ങളും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ. ഒരു ചെറിയ ക്ലൂ ഇല്ല, ചെറുത്. അന്ന് നമ്മള് നേരിട്ട് കണ്ടാ മതി. അതായത് വെറൈറ്റി ബാസിൽ. ഇതുവരെ നാട്ടുകാരെന്നല്ല ഒരു കാണികളും കാണത്തക്ക വിധത്തിലായിരിക്കും അന്ന് ബാസിൽ ജോർജിയയിൽ ലാൻഡ് ചെയ്യാൻ. ഞാൻ ജോർജിയയിൽ ലാൻഡ് ചെയ്ത് ആ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരൂലേ? അതെ, ഇൻഷാല്ലാ പുറത്തേക്ക് വരുന്ന വരവില് ഒരു ക്യാമറ ഓണാക്കി അവിടെ വെച്ചോണ്ടി ഞെട്ടും ചെയ്യും. ഉറപ്പാ 100%. എന്തൊക്കെയാണ് ആ ഒരു മാറ്റം? എന്താ പറയണേ, മാറ്റം പറയണില്ല, ഒരു കിട്ടില്ല മാറ്റം. ഇത് എന്റെ മുന്നിൽ നിന്നിട്ട് ചിലപ്പോ ബാസിലായിട്ട് ഇറങ്ങാണ്ട് ഇങ്ങനെ തപ്പും. അങ്ങനെ കാരണം ഇതെന്താ മറ്റേ മീശും താടി പുരികോ പഠിച്ചാൻ പോവാ? അന്ന് പറയണില്ല മുത്തേ, കണ്ടോണ്ടി. ഇതെന്താ വല്ലാം തൊപ്പി മാസ്ക് ഒക്കെ ഇട്ടാരല്ലോ അവരുടെ? ഒന്നുമല്ല, ഇത് കണ്ടോ? ഞാൻ പത്തിനൊക്കെ പറയണേ. അങ്ങനെയാണ്. ആകെ എത്ര 2-3 മാസം ഉള്ളൂ. 2 മാസം കൊണ്ട് എനിക്കൊരു കിഡിലൻ സർപ്രൈസ് തരാൻ പോവാണ്. തരും. അപ്പൊ നമുക്ക് കാണികളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. കാരണം ബാസിലായതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണില്ല. എന്തായാലും ഓന് സർപ്രൈസ് ആയിട്ട് ജോർജിയക്ക് എത്തൂല എനിക്കറിയാം. എന്തായാലും എന്നെ വിളിക്കാതെ വരാൻ കഴിയൂല അവിടേക്ക്. അപ്പൊ ഞാൻ പോകേണ്ടി വരും. അപ്പൊ എന്തായാലും വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും. പക്ഷെ ഞെട്ടും. അതാണ് എനിക്ക് അറിയേണ്ടത്. എന്തുമല്ല ഞാൻ ഞെട്ടിയിരിക്കും. അതിനോട് ചോദിക്കാം, ഞാൻ പറയില്ല. ഞെട്ടലായിരിക്കും, കിട്ടില്ല ഞെട്ടലായിരിക്കും അല്ലേ? എന്തായാലും നമുക്ക് അത് വെയിറ്റ് ചെയ്ത് തന്നെ കാണാം അല്ലെ കാണികളെ? അല്ലേ? എനിക്കൊരു കഥ പറഞ്ഞല്ലോ ബാസില. കഥ പറഞ്ഞതാ ഈ എന്റെ പെണ്ണുങ്ങൾക്കൊക്കെ കുറെ വീരസാഹസിക കഥ പറഞ്ഞത് എന്റെ ബ്ലോഗിൽ കണ്ടു. എനിക്കൊരു വീരസാഹസ കഥ. ഞങ്ങളോട് കാട്ടിക്ക് ഞങ്ങള് കളിച്ചാൻ പോയി. കാട്ടിക്ക് കളിച്ചാൻ പോയി. അന്ന് കാട്ടിൽ കയറി കളിച്ച പന്തളിച്ചു. ഇപ്പൊ ഗ്രൗണ്ടൊന്നും കളിക്കാനൊന്നും നോക്കൂല. അതില് ഞങ്ങള് ഒരു 10-50 ആൾക്കാരുണ്ടാവും. 50 കളിച്ചാൻ പോകും ഗ്രൗണ്ടിൽ. 50 ഒരു 40 ആളുണ്ടാവും. 10 ടീമിട്ട് കളിക്കണ കളി അങ്ങനെയല്ല, ഇത് വലിയ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാല്, അതായത് ഗ്രൗണ്ട് നടുവിലല്ലേ കാടിന്റെ, ഇങ്ങേ മറിയുന്നും അങ്ങേ മറിയുന്നും ആ മറിയുന്നും ഈ മറിയുന്നും ഒക്കെ ആൾക്കാർ 4 മറിയുന്നും വരും. അതായത് 4 മറിയത്തും ചെക്കന്മാര് ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ വരാം. അപ്പൊ ഒരു കൂട്ടിയൊക്കെ ഒരു 10-35 ആൾക്കാർ എന്തായാലും ഉണ്ടാവും. ഇനി കുറയില്ല.
അതില് ഇതൊക്കെ 2 ടീമാണ്. ഒരു ടീമിൽ എന്റെ അഭിപ്രായത്തിൽ ഒരു 10-15 ആൾക്കാരെങ്കിലും ഉണ്ടാവും ഈ ഇങ്ങനെ എടുത്ത് കളിച്ചാ. കാരണം എന്നാ തന്നെ ഒരു വണ്ടി തീരൂല. അതായത് നോർമൽ 11s കളിക്കുന്ന ഫുട്ബോളിൽ നിങ്ങൾ 15 ആളെ വെച്ച് കളിച്ച ചരിത്രമുണ്ട്. എന്നാ തന്നെ അതില് പാഞ്ഞാല് ഗ്രൗണ്ട് മുഴുവനാവില്ല. അത്രയും വലിയ ഗ്രൗണ്ടാണ്. അതെ, നിലമ്പൂരങ്ങാടി മുതൽ നമ്മളെ എടവണ്ണ വരെ നീണ്ടിരിക്കുന്ന ഗ്രൗണ്ടാണ്. അത്ര ഒന്നും ഉണ്ടാവില്ല. ഒരു 30 ആൾക്കാർ കളിച്ചാൽ പറ്റിയ ഗ്രൗണ്ട്. ഓക്കെ, അങ്ങനെ കളിച്ചെന്നല്ലാണ്ട് പറയാ. ഒരു ദിവസം കളിച്ചതിന്റെ അടി കൂടെ ആന പാഞ്ഞോട് വന്ന് ഗ്രൗണ്ടിക്ക് കാട്ടിലാണ് കളിക്കണത്. ആന പാഞ്ഞോട് വന്ന്. അപ്പൊ എന്താ വെച്ചാ സുരേഷ് ഉണ്ട്. സുരേഷ് ഇടക്ക് പറയും ഞാൻ സ്കൂളിലൊക്കെ ഭയങ്കര ഓട്ടക്കാരനാണ്, ഇന്നെ തോൽപ്പിച്ച കഴിയില്ല, ഞാൻ ഓടും, ഞാൻ ഭയങ്കര ഓട്ടക്കാരനാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഓൻ അടക്കടന്ന് ഇങ്ങനെ പറയും. ശരിയാണ്, ഓൻ സ്കൂളിൽ ഓട്ടക്കാരനൊക്കെയാണ്. അപ്പൊ നമ്മളതിട്ട് ഉണ്ടാക്കല. ആനട്ട് വന്നമ്പാടെ എല്ലാരും പാഞ്ഞ് അവിടെ ഒറ്റ ആള് മാത്രം, ഒരാളോട് വീണവിടെ. ആരെ വീണേ? സുരേഷ് വീണ്. ഞാൻ ഭയങ്കര സ്പീഡാണ്, നല്ല ഓട്ടക്കാരനൊക്കെ പറഞ്ഞു. ഓന ആദ്യം വീണ്. പിന്നെ ഓന എല്ലാരും പാടെ ഒരു വിധത്തിലോട്ട് പൊക്കിയെടുത്താണ്ട് ഓനെയും കൊണ്ടവിടെ ഓടിക്കാണ്. ഓടിയിട്ട് നമുക്കൊരു തോടുണ്ട് അവിടെ. ആ തോടിന്റെ അപ്പുറത്ത് കൂടി ചാടും. ആ തോട്ടില് മഴക്കാലം വെള്ളം എന്നറിയും. പിന്നെ നമ്മള് ആ തോട് നീന്തി കടന്നിട്ടാണ് അക്കരക്ക് കയറാറ്. എന്നിട്ടാ പിന്നെ നമ്മള് ഗ്രൗണ്ടിൽ കൊണ്ടേ. ആ തോടാണ് ഈ ആന വരാക്കാനുള്ള ഒരു ഇത്. കാരണം ആ തോട് കടന്ന് ആന അങ്ങോട്ട് ഒരുവിധം ഒന്നും കേറൂല, പക്ഷെ ഇപ്പൊ കേരളുണ്ട് കേട്ടോ. അങ്ങനെ തോട് കടന്ന് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അന്ന് ആ ഓട്ടത്തിന്റെ അടിയില് ഞാൻ തിരിഞ്ഞു നിന്ന ആനന്റെ കണ്ണുക്ക് ഒരു നോട്ടം നോക്കിക്കണം. എങ്ങനെയാ നോക്കിയത്? ഞാൻ കണ്ണുക്ക് ഇങ്ങനെ നോക്കി, തുറച്ചു നോക്കി. അതിന് ശേഷം എന്നോട് പറയാ, എന്റെ തലവട്ടം കണ്ടാല് ആ ആന പിന്നെ ആ വഴിക്ക് വരില്ല. അങ്ങനത്തെ ഒരു കുട്ടിക്കാലം ഉണ്ടായി നമുക്ക്. പേടിച്ചു വാങ്ങാം. പിന്നെ ആനനെ കണ്ടിട്ടില്ല? ഇല്ല. ജീവനെ പോയോണ്ട് പോയി ആ കാട്ടിൽ തന്നെ. ആ ആനനെ കണ്ടില്ല. ആ ആന പിന്നെ എനിക്കൊന്ന് മറ്റേ അതിലങ്ങനെ കേറിയാണ്ട് മറ്റേ ബന്ദിപ്പൂർ കാട്ട് കേറി. ആ ആന പിന്നെ അതിന്റെ കൂട്ടക്കാരോടും പറഞ്ഞേക്കും അങ്ങനെ ഒരു താടിലൊരു കാക്ക അവിടെ ഉണ്ട്. അന്ന് താടിയൊന്നുമില്ല. അന്ന് നമ്മളെ കണ്ണാണ്. അന്ന് കണ്ണുമ്പോ നിർത്തിയില്ലേ? ആ കണ്ണുമ്പോ നിർത്തിയ കൊറേ ആൾക്കാർ എനിക്കറിയാം. അങ്ങനെ അവിടെ നിർത്തി നമ്മള്. ഇവിടുത്തെ ഓരോ ഡ്രൈവിംഗ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ബാസിലിന്റെ വീരസാഹസിക കഥകൾ എനിക്ക് ഇത്ര ബുക്കാക്കി കൂടെ? എന്തുകൊണ്ട് ഇച്ചിരി ബുക്കാക്കണില്ല? ബുക്കില് തരുമല്ലോ കമന്റില്. എന്നാലും ബാസിലിന്റെ വീരസാഹസിക കഥ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാണികൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇതൊക്കെ റിയൽ തന്നെയാണോ? റിയൽ ഉണ്ട്, ആയിക്കോട്ടെ നമ്മളതായിട്ടില്ല. അതായത് ഇതൊക്കെ പറയുമ്പം ഇതൊക്കെ എന്ത് വേണം പറയുമ്പം ഒരു ഇത് വേണം, കേൾക്കാനുള്ള കേൾക്കണ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് വേണം. ഒരു ഫ്ലോയില്. ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മള് കുട്ടികളോട് പല കഥകളും നമ്മള് പറയും. അതൊക്കെ ഇപ്പൊ എല്ലാം ഇല്ലാതായിക്കൊള്ളണമെന്നില്ല. നമ്മള് സ്റ്റോറിയാണ് ഉണ്ടാക്കുകയാണ്. ഓലിങ്ങനെ ആകാംക്ഷയോടെ കേട്ടുക. സിനിമയാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. സിനിമയിൽ ഇപ്പൊ കഥ എഴുതുന്ന ആൾക്കാർ ആ കഥന്റെ ലൈന് മാത്രമേ ബാക്കി അതിന്റെ സ്ക്രിപ്റ്റുകളും കാര്യങ്ങളും തയ്യാറാക്കുന്ന വേറെ ആൾക്കാർ. അതിന് പൊടിപ്പും തുങ്ങനൊക്കെ വെച്ചാണ്ട് അത് മാക്സിമം എന്ത് ചെയ്യാ, കാണികൾക്ക് ഇമ്പമുള്ളതാക്കാന്നുള്ളതാണ് ഇതിന്റെ കഴിവ്. അതെ, അപ്പൊ അങ്ങനെ കാണികൾക്ക് ഇമ്പമുള്ള രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്യണത്. നമ്മൾ കുറച്ചൊക്കെ ഇമ്പുള്ളത് ആവുണ്ടല്ലോ നമുക്കറിയില്ല. നമ്മളെ രീതിയിലോട്ട് പറയും. അല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ കഥയില് ആകെ എന്താണ് നമുക്ക് ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ആനനെ കണ്ണുകൊണ്ട് നോക്കി ആന പേടിച്ചു എന്നുള്ളതാണ്. അതാണോ ഇത് തള്ളിയത്? അല്ല. അപ്പൊ അതല്ല അതിന്റെ മെയിൻ സ്റ്റോറി. പിന്നെന്താണ് ഞങ്ങള് കളിക്കുന്ന ആന വരലൊക്കെ ഉണ്ട്. അല്ല, അതാണ് അതിക്ക് പിന്നെ നമ്മളേതായ ചില ചേരുവകളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ലെവൽക്ക് ആക്കി എടുക്കും. അങ്ങനെയാണ് അതിന്റെ കുത്തിച്ചളാ അതേപോലെ അങ്ങനെ വരുന്ന സൈഡ് കൊടുക്കണ്ട വെറുതെ. ഏതായാലും അങ്ങനെയൊക്കെയാണ് കഥകള്. ഇപ്പൊ ഒരു പുലിനെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കൂടെ പോയിട്ട് ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാല് ഇത് കാണികൾക്ക് പറഞ്ഞു കൊടുക്കല്, ആ പുലിന്റെ അടുത്ത് കയറ്റം വന്നു, ഞാൻ ഒരു പാൽക്കുപ്പി കൊടുത്തു, ആ പുലി ആ പാല് കുടിച്ച് പോയി എന്നൊക്കെ പറയും. അങ്ങനെയൊന്നല്ല, പുലിന്റെ വേറെ രീതിയിൽ
അങ്ങനെ പറയാം. വേണ്ട, ഓക്കെ, കുഴപ്പമില്ല. ഇന്ന് ആനക്കഥയാണ് ഇപ്പൊ ബാസിൽ പറഞ്ഞത്. ആ ആനക്കഥ ഇഷ്ടപ്പെട്ടവർ എന്തൊരു കമന്റ് ബോക്സിൽ അറിയിക്കണം. തെറിയാണെന്നുണ്ടെങ്കിൽ ബാസിന്റെ ബ്ലോഗിന്റെ ചാനൽ നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കുന്നു. പേഴ്സണലായിട്ട് അറിയിക്കുന്നത് ബാസിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി നിങ്ങൾക്ക് തെറി വിളിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മളിത് പറയണേ കുട്ടികളോടാണ്. നമ്മളിത് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ഓരോടെ നമ്മള് പറയണേ. കുട്ടികൾക്ക് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. വലിയൊരു കേൾക്കണമെന്നില്ല. നിങ്ങളെ കുട്ടികളുടെ ഓണായി കൊടുക്കുക. അത് നമ്മള് പല കഥകളും, അത് ഓരോ കുട്ടികളെ മനസ്സിലാക്കണം എങ്ങനെയാണ്. അത് ഓർക്ക് ഇങ്ങനത്തെ വീരസാഹസി കഥകൾ കേൾക്കണത് ഭയങ്കര ഇഷ്ടീകരം. എനിക്ക് ചെറുപ്പത്തിലുണ്ടായി ഇങ്ങനത്തെ ഒരു സ്വഭാവം. വല്യപ്പാന്റെ അടുത്ത് പോയിങ്ങാണ്ട് പണ്ടത്തെ കഥകളൊക്കെ ഞാൻ പറയിപ്പിച്ചു. എന്നും എനിക്ക് രാത്രി വല്യപ്പാരും പണ്ട് തള്ളി അല്ല പോലെ തള്ളൊക്കെ ചിലപ്പോ അതായത് ഞാൻ എന്നിട്ട് എനിക്ക് എന്നൊരു കഥ കേൾക്കേണ്ടി വരും പണ്ടത്തെ. എന്നിട്ട് എനിക്ക് എന്താ ഈ വല്യപ്പ മുന്നത്തെ പൂമോത്തിരുന്നാണ്ട് ഇങ്ങനെ പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ. ആ കഥ കേട്ടിട്ട് ഞാൻ പോയി ഉറങ്ങാം. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇങ്ങനത്തെ വീരകഥകൾ കേൾക്കണം. വീരകഥകൾ മാത്രല്ല, പണ്ടത്തെ ഇവര് കൊറേ സംഭവങ്ങള് ഇവര് കൊറേ കഠിനാധ്വാനം ചെയ്തിട്ട് ഇങ്ങനെ കഥകളൊക്കെ കേൾക്കുമ്പോഴും ഭയങ്കര രസകരമാണ്. ആ ഒരു കുട്ടിക്കാലം, അതായത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ആക്ച്വലി ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ കഥകളൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഒക്കെ ഈ ഫോണിൽ കൂടെ സ്റ്റോറീസും കാര്യങ്ങളും ഇതൊക്കെ മാത്രല്ല. ഇപ്പത്തെ കുട്ടികൾ മാത്രല്ല, നമ്മളെ ഇതില് നമ്മള് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അതായത് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് ഒരു വേറൊരു ലോകത്താണ്. അതായത് അതെ, നമ്മളൊക്കെ നാട്ടിൽ തന്നെ നോക്കിയാലോ. എനിക്ക് നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മള് സ്കൂള് വിട്ട് വന്നാല് ഗ്രൗണ്ടിലേക്ക് പായലാണ്. ആ നേരാവാൻ വേണ്ടി കാത്തു വെക്കും. എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട്, ഞാൻ പാന്റിന്റെ അടിയിൽ കളിക്കാനുള്ള ട്രൗസർ ഇട്ടാണ് നമ്മള് സ്കൂളിൽ. എന്നിട്ട് റിട്ടേൺ വരുമ്പോ അവിടെ കളി കഴിഞ്ഞിട്ട് പിന്നെ മരിഭാഗം കൊടുക്കുമ്പോൾ മരിഭാഗം കൊടുത്ത് പോയി കഴിഞ്ഞാല് പെരയിൽ ഉമ്മ പറയും ബാഗും കൂടെ കയറിക്കോ, കുളിച്ചിട്ട് പെരി കയറി. അതായത് നമുക്ക് ആ ഒരു കളി അതായത് കളിച്ചാന്നില്ല ഒരു ആ ഒരു സാധനം മൈൻഡ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മക്ക് ഈ ഫോണും നമ്മളെ കുട്ടിക്കാലത്ത് ഈ ഫോണും ഇത്ര സുലഭമായിട്ടില്ല. പിന്നീടാണ് ഇതിന്റെ കടന്നു വരവ്. അതുകൊണ്ട് ബോഡി സെറ്റ് ആയി 10-22 വയസ്സ് വരെ. അത് പിന്നെന്താ ആ ഒരു കളി, ഒരു നാടിന്റെ ഒരു ഇത് പറഞ്ഞ ആ ഒരു കളി, അതിന്റെ ഇപ്പൊ വരുന്ന തലമുറക്ക് ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. അത് ഇപ്പൊ വരുന്ന തലമുറക്ക് അത് മാത്രല്ല, ഇപ്പൊ ഈ നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്ത വെച്ചാൽ നമ്മളിപ്പോ വല്യപ്പാരോടൊക്കെ സംസാരിക്കൂല. ഫുൾ ആൾക്കാർക്കും ഇല്ല നമ്മൾ പറയണില്ല. പക്ഷെ എന്താ വെച്ചാല് ഒരു ഉള്ളോലുണ്ട്. അതെന്താ വെച്ചാല് ഇതിനായിട്ട് പാഷനുള്ള ആൾക്കാർ 60-70% ആൾക്കാർക്കും ഇല്ല. ബാക്കിയുള്ളവർക്കുണ്ട്. ബാക്കി കറക്റ്റ് പറഞ്ഞ പാഷന്റെ പിന്നാലെ പോണ ആൾക്കാർ, പാഷന്റെ പിന്നാലെ പോണവർക്കുണ്ട്. അതൊക്കെ അല്ലാത്തവർക്ക് ഇല്ല, അങ്ങനെ ഒരു മൈൻഡ് ഇല്ല. വേറെ എന്തൊക്കെ ലോകത്താണ്. നമ്മളെപ്പോഴും പറയുന്നുണ്ട് നമ്മളെല്ലാം വേണം, എല്ലാം വേണം. അത് വിചാരിച്ചിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാവരുത് ഇത് ചെയ്യേണ്ടത്. അതെ അതെ, അങ്ങനെ ഒരു സംഭവം. നമ്മളൊരു തലമുറയിൽ ജീവിക്കുമ്പോ ഈ ആധുനിക സംവിധാനങ്ങൾ മുഴുവൻ നമ്മൾ ഉപയോഗിക്കണം. അതെ, അത്രേ ഉള്ളൂ. കുറച്ചൊക്കെ നമ്മള് അല്ലാത്ത രീതികളിലും ഒക്കെ നമ്മള് ഏത് മൂഡിലും പോകാൻ കഴിയണം. നമ്മളെ മുന്നിലെ സാഹചര്യം ഏതാണോ ആയിക്കോട്ടെ പോകാൻ കഴിയണം. അതിന് എന്താണ് അത്ര നമ്മള് പറയുള്ളൂ. ഒരു ആന നാളെ കുത്താൻ വന്നു കഴിഞ്ഞാൽ ഓടാനുള്ള ത്രാണി ഉണ്ടാവണം. 100 മീറ്റർ ഓടിയിട്ട് കുഴങ്ങി കതച്ച് നിക്കാൻ പാടില്ല. നമ്മളെ ബോഡി ഫിസിക് ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പൊ എല്ലാരും കുട്ടികൾക്ക് ഉണ്ടാകണം. എത്ര ആൾക്കാരെ ഞാൻ പറയുന്നേ കുട്ടികളെ പിന്നെ കളിക്കാൻ അതിപ്പോ നമ്മളെ നാട്ടിൽ തന്നെ ആലോചിച്ചാൽ മതി. നമ്മളെ നാട്ടില് ഇപ്പൊ നമ്മളെ നാട്ടിൽ അങ്ങോട്ട് തന്നെ ആലോചിച്ച് നോക്കി. ഒരു 100 മീറ്റർ ഇവിടെ അങ്ങോട്ടേറ്റം പോയി കഴിഞ്ഞാല് ഗ്രൗണ്ട് ആവലുണ്ടാവുക, കൂടുതൽ റെസ്റ്റോറന്റുകളുണ്ടാവുക, തീറ്റയാണ് കൂടുതൽ. അതായത് കളിക്ക് പ്ലേ ഗ്രൗണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളല്ല. ഇപ്പൊ ഞമ്മള് പുറത്ത് നയിക്കലുണ്ട്. ഇന്റെ കാര്യം പറയട്ടെ, ഞാൻ ഫുഡ് പുറത്ത് നയിക്കല് ഇങ്ങളപ്പ എങ്ങോട്ടേലും പുറത്തിറങ്ങും. ഞാനെപ്പോഴാ പുറത്തുനിന്ന് നയിക്കല്? ഞാൻ നാട്ടിൽ ഒരു മാസത്തെ 2 മാസത്തെ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ നല്ല തിന്നു. ഞാൻ അടിച്ചു കയറ്റല്ല ഞാൻ ഫുഡ്. പക്ഷെ എനിക്കറിയാം, ഞാൻ തിരിച്ച് അവിടെ ജോർജിയ പോയി കഴിഞ്ഞാല് ബാക്കി 8 മാസം എന്താണ് പച്ചക്കറി ഡയറ്റാണ്. അത് നമ്മളെ ബോഡിനെ, എനിക്ക് എന്റെ ബോഡിനെ അറിയാം. ഞാൻ ഇപ്പൊ തടി കൂടാതെ ഇത്ര മാസം കൊണ്ട് എനിക്ക് ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും. മൊത്തത്തില് നമ്മളെല്ലാരും കൾച്ചർ ആ രീതിയിലേക്ക് മാറി. അതായത് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കലൊക്കെ കുറഞ്ഞ് എല്ലാരും പുറത്തുപോയി. പണ്ടൊക്കെ എന്താ വെച്ചാൽ കല്യാണം അറിയുമ്പോ നമ്മളെ മനസ്സിലായ ഒരു തോരണ്ടോ ബിരിയാണി തിന്ന, അതായത് ഒരു ഇറച്ചി തിന്നെങ്കിൽ ഞായറാഴ്ച. അതെ,
അതിനും വേണ്ടി കാത്തുക്കോ. ഒരു കല്യാണം കിട്ടിയ പെരീര് വിളിച്ചാൽ മതി, ഞാനൊക്കെ പോകുമല്ലോ. നമ്മളൊന്നും കല്യാണം പറയണമെന്നില്ല. ആ ഒരു കല്യാണ ചോറ് കിട്ടാനും മാറിയിട്ട് നമ്മള് വെയിറ്റ് ചെയ്യും കല്യാണത്തിന്. ഇപ്പൊ എന്താ വെച്ചാൽ ബിരിയാണി, ബിരിയാണി വേറെ എന്തെങ്കിലും ഉണ്ടോ മൊത്തത്തിലായിട്ട് നമ്മളീ പറയുന്നത്. അതേമാതിരി ഒരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ ഒരു പെരുന്നാൾ കൊല്ലത്തില് 2 പേരിന് പെരുന്നാൾക്ക് ആ പെരുന്നാൾ നമ്മൾ ഡ്രസ്സ് എടുക്കുള്ളൂ. എന്നിട്ട് അതിനും വേണ്ടി ഊറ്റം കാട്ടി കാത്തിരുന്ന അതും ആ പെരുന്നാൾ ഡ്രസ്സ് തലേന്ന് തേച്ച് ഉണക്കി മറ്റേ ബെഡിൽ വെച്ചോണ്ട് ഒരു നോട്ടുണ്ട്. ഇപ്പൊ എന്താ ഇപ്പൊ ഡ്രസ്സാണ് ഇപ്പൊ ഡ്രസ്സ് എടുക്കുക, അതൊക്കെ നമ്മളൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ അല്ല, അതൊക്കെ ഒരു രസകരമായിട്ടുള്ള ഒരു കാലഘട്ടം. ഞാൻ ആലോചിക്കണേ നമ്മളെ വല്യപ്പാരും വാപ്പാരൊക്കെ പറയാലോ അന്നത്തെ കാലത്ത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മള് കൊറേ ഇങ്ങള് പൊയ്ക്കാണെങ്കിൽ പറഞ്ഞിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മളെ മക്കളോട് പറഞ്ഞു അന്നത്തെ കാലത്ത് ഇങ്ങനെയാണ്. കാരണം ഓൽക്ക് എന്താണ്, ഓൽക്ക് ഇന്നത്തെ കാലം എന്താന്ന് പറയാ അള്ളാക്കറ പറക്കണ ഉണ്ടെങ്കിൽ മക്കളോട് പറയാൻ നമുക്ക് കിട്ടുമോ, അതാണ് എന്റെ പ്രശ്നം. എന്ന് വെച്ചാൽ ഓലി ഏജാകുമ്പോഴത്തേനൊക്കെ ചിലപ്പോ വേറെ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടാവും. സ്വതന്ത്രമായിട്ട് ഇപ്പൊ അങ്ങനെ ഒരു ചിന്തയാണല്ലോ, സ്വതന്ത്രമായിട്ട് നമുക്ക് ഇങ്ങനെ നടക്കണം, പോണം, ഇൻഡിപെൻഡൻസ് വൈബാണ് ഭയങ്കര. അതായത് ഇങ്ങനെ അവരവരുടെ ഇങ്ങനെ പോവാന്നുള്ളൊക്കെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പം അതില് കമ്മിറ്റ്മെന്റ് ഇല്ല മക്കളൊക്കെ ഉണ്ടാവുക പറഞ്ഞാല് ഒരു ഭാഗ്യകാരം, അത്രേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം. അതെന്ന് വെച്ചാല് നമ്മള് മാരോട് വാപ്പാരോട് എന്ത് കമ്മിറ്റ്മെന്റ് കാട്ടുന്നത്, അതേ അവരാന്റെ പ്രതീക്ഷിക്കാവും, അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ മെയിൻ ഘടകം. അത് കണ്ടിട്ടാണ് ഓല് വളരുക. അപ്പൊ എന്താ വെച്ചാല് നമ്മളെ കമ്മിറ്റ്മെന്റ് നമ്മളെ മക്കളെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഓല് പറയും നിങ്ങളെ വാപ്പാരോട് ഇങ്ങനെയല്ല ചോദിക്കും. സ്വാഭാവികം. അപ്പൊ നമ്മള് ഉമ്മാരോട് വാപ്പാരോടും കാണുന്ന കമ്മിറ്റ്മെന്റിനെക്കാളും കുറവേ നമുക്ക് ഓരോരുത്തർ കിട്ടും. നമ്മളെന്നെ കുറവാണെങ്കിൽ അതിലാറെ കുറഞ്ഞേ ഓരോരുത്തർ കിട്ടുള്ളൂ, അത്ര പ്രതീക്ഷിക്കാവും. അതാണ് അതിൽ ഇതാക്കേണ്ട ഒരു സാധനം. പിന്നെ ബാസലിന് ഉണ്ടാവുന്ന കുട്ടിയൊക്കെ ബാസല മറ്റേ ആനനെ നോക്കിയാൽ നോട്ടത്തിൽ തന്നെ പേടിപ്പിച്ചു. ഇങ്ങനെ നോക്കിയാല് പേടിപ്പിച്ചല്ല, നമ്മളൊരു സാധനം കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവരും ചെറുപ്പം മുതലേ. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോ ഇപ്പൊ നമ്മളെ കസറോ നമ്മള് ഏത് മൂഡിലും പോകും. എന്നെ സംബന്ധിച്ചാൽ നമ്മളെ മുന്നിലെ സിറ്റുവേഷൻ ഏതാണോ അതിനോട് മിങ്കിളെങ്ങോട്ട് അതില് നമ്മളതില് ചില കാര്യങ്ങൾ നമ്മളെ മൈൻഡിലുണ്ടാവും. അത് അവിടെ വെച്ചുകൊണ്ട് ആ സിറ്റുവേഷൻ എന്താണെങ്കിലും നമ്മളെ കൂടെ പോകും, എന്തൊക്കെയാണെങ്കിലും. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മള് കോളേജിൽ ഇതിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതായത് കോളേജിൽ നല്ല നമ്മൾ പഠിക്കണ നമ്മളെ ഈ കാലഘട്ടത്തിലൊക്കെ പല സ്ഥലത്ത് നമ്മൾ പഠിച്ചെടുത്തൊക്കെ നമ്മളൊപ്പല്ല പല ആളുകളും പല സാധനങ്ങളൊക്കെ ഉപയോഗിക്കണവരുണ്ട്, ലഹരി പദാർത്ഥങ്ങളും ആൾക്കാരുണ്ട്. അതൊക്കെ എഴുതിപ്പോ ഓലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഞാനും ഇപ്പൊ അത് ഉപയോഗിക്കട്ടെ എന്നാണ് വിചാരിച്ച അങ്ങനെ ഉണ്ടാവും. അതാണ് നമ്മള് വ്യത്യസ്തരാവണേ. അതായത് അവിടെ ഞമ്മക്കില്ലൊരു സാധനം ഉണ്ട്, അത് നമ്മളെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഓരോ കൂടെ നമ്മളെല്ലായിടത്തേക്കും പോകുന്നുണ്ട്. അതാണ് ഓൽക്കും അറിയാം, നിർബന്ധിക്കാൻ പാടില്ല. അതെ, അത്രേ ഉള്ളൂ. ആ ഒരു ഇതിലൊക്കെ പോവാ. അതായത് അങ്ങനെ സംഭവങ്ങൾ കാണുമ്പോ ഇത് എനിക്ക് പറ്റൂലെന്ന് അല്ലെങ്കിൽ എനിക്കിത് വേണ്ടെന്നുള്ളൊരു മൈൻഡ് വരുന്ന ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഏയിലും പോവാ, ഏയിലും വിടാ, അത്രേ ഉള്ളൂ. എന്റെ ഒരു പോളിസി അതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളൊരു ജീവിച്ചു വന്ന ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ. അതെ അതിൽ നമുക്ക് എല്ലാം നോക്കണം അല്ലേ, എല്ലാം വേണം. നമ്മളെ വാപ്പാര് ഉമ്മാര് ഓൽക്ക് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാവരുത്. ഇതൊക്കെ അതിൽ ശ്രദ്ധ മെച്ചാറിന്റെ പരിപാടിയാണ്. നിലമ്പൂർ പാട്ടിന്റെ ബ്ലോക്ക് അടേക്കാണ്, ഫുൾ ബ്ലോക്ക്. ബ്ലോട്ട് എത്തിയിട്ടുള്ളൂ. ബസ്സിലെ പോവാണപ്പോ അങ്ങനെ തന്നെ ഒറ്റക്കാക്കി പോവാണ്. 12:10 വരെ ആ ടൈം അഞ്ചോട്ടാ 12 കാണാൻ പറ്റുന്നുണ്ടോ ഗായ്സ്? കാണുന്നുണ്ടോ എനിക്ക് ബസ്സില്? 12:07 വരെ ബസ്സിൽ നമ്മളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. സാധാരണ ബസ്സില് മാക്സിമം ഒരു 10:30-11 മണി ആകുമ്പോ ആകെ വെപ്രാളം കാട്ടി പെരീക്കോണ ഒരാളാണ് അല്ലേ? ഇന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് എന്റെ മുത്ത് എന്റെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. നാളെയും മറ്റന്നാളും ഒക്കെ എന്റെ കൂടെ ഉണ്ടാവും എന്നാണ് വാസിൽ പറഞ്ഞത്. ഇതല്ലാതെ പിന്നെ ആരമൊത്തം എന്റെ കൂടെ ഉണ്ടാകാം. അത്രേ ഉള്ളൂ. എനിക്ക് വീട്ടിൽ എത്ര ടാസ്ക് എന്താ ഈ സമയത്തിന്റെ പ്രശ്നം, ആനയും പന്നിയൊക്കെ താണ്ടി വേണമെങ്കിൽ മറ്റേ നോട്ടം അതിലോട്ട് തിരക്കടില്ല. പിടിച്ചൊക്കെ നമ്മള് പേടില്ലല്ലോ, ആനയും പുലിയൊക്കെ വന്നു കഴിഞ്ഞാല് ഐ കോണ്ടാക്ട് ഞമ്മക്ക് പേടില്ലല്ലോ. പേടി നമ്മക്ക് ആർക്കല്ലേ? അതാണ് പിടിച്ചോക്കും. അപ്പൊ ഇതൊക്കെ പറഞ്ഞ നാളെ പത്രത്തില്
നിലമ്പൂരിൽ നിന്ന് യാത്ര ചെയ്ത് വരുന്ന യുവാവിനെ അവനെ ചവിട്ടി കൊന്നു. വീട് ഔട്ടാവും ചെയ്യും. എല്ലാരും കുത്തിർന്ന് ചിരിച്ചു. മരണ വാർത്ത എല്ലാവരും ചിരിച്ചു. പറയാൻ പോയിക്കോ. അപ്പൊ എല്ലാരും കൊണ്ട് പ്രാർത്ഥിക്കട്ടോ. ഞാൻ പോട്ടെ. അപ്പൊ ഗായ്സ് ബാസിൽ പോവാണ് അല്ലേ? എന്നാ പോയോ. ബൈ ബൈ. ബാസിൽ നമ്മൾ ഇറക്കി വിട്ടോ. നീ ആരെന്നെ ഓട്ടണ്ട വണ്ടി. നാട്ടില് വണ്ടി ഓട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു ചടങ്ങ് പരിപാടി വേറല്ല. എന്നായിക്കോട്ടെ, ബൈ ബൈ. അപ്പൊ ഞാൻ ബാസിലിനെ നമ്മളെ വണ്ടി നിർത്തിയിട്ട സ്ഥലത്ത് തന്നെ ഞാൻ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അവൻ്റെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ആ സ്ഥലം. അവിടെ ഞാൻ അവനെ വെയിറ്റ് ചെയ്ത് ഏകദേശം 3 മണി 3:30 അവനെ വെയിറ്റ് ചെയ്ത് അവൻ അവിടെ അവൻ്റെ വണ്ടി നിർത്തിയിട്ട് എൻ്റെ കൂടെ കയറിയിട്ട് പോകാനൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു നമ്മളെ പാർട്ട്ണറിൻ്റെ ഫസലുവിൻ്റെ. അപ്പോൾ വെഡ്ഡിങ് കഴിഞ്ഞ് വരുന്ന വരവിലാണ് നമ്മൾ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവൻ അവിടെ തന്നെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അവൻ ഞാൻ അവിടെ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ പിന്നെ എന്തൊക്കെയാ, ഞാൻ ബാസിലിൻ്റെ ഈ ഒരു വ്ളോഗിൻ്റെ ഇതിലല്ലാതെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സിലും ഇതിലൊക്കെ വെറുതെ ഓരോ സംഭവങ്ങളുടെ നിങ്ങൾ കാര്യമാക്കണ്ട. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ കുത്തി നോക്കുകയാണ്, അല്ലാതെ ഒന്നുമല്ല. നമുക്ക് സ്നേഹക്കുറവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സ്നേഹം കൂടുതലും കൊണ്ടാണ് അതൊക്കെ ചെയ്യണത്. ആക്ച്വലി ലൈക്ക് ഇണക്കുള്ളിടത്താണ് ഇപ്പം ഇണക്കുണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് അത്രയും കാര്യമുള്ള ഒരാളാണ് അവന്. അതായത് എന്താവശ്യത്തിനും നമ്മുടെ കൂടെ വരുന്ന ഒരാളാണ് ബാസിൽ. എന്ത് ഹെൽപ്പിനും ഓടി വരുന്ന ഒരാളാണ്. ഓൻ്റെ സിറ്റുവേഷനും നമുക്കറിയാം. പക്ഷെ ഞാനിങ്ങനെ വെറുതെ ആകെ കിട്ടുന്ന ഒരു മാസമല്ലേ ഇവരുടെ കൂടെ. അപ്പൊ ആ ഒരു മാസം ഇവരെ ഇങ്ങനെ കുത്തി നോപ്പിച്ച് ചൊറിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവുമല്ലോ എന്തായാലും. അപ്പോ വേറൊന്നുമല്ല, ഓനെന്തായാലും ഓനെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ നമ്മളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യലുണ്ട്. അല്ലാതെ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ 10 മണി ബാസിൽ പണ്ട് 10 മണിക്ക് ഉറങ്ങിയിരുന്നല്ലൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ അവന് ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യലുണ്ട്. അത്രയും നമുക്ക് കാര്യമുള്ള ഒരാളാണ്. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട, നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളാണ് ബാസിൽ. അപ്പൊ നിങ്ങൾ അതിലൊന്നും കാര്യമാക്കണ്ട. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളാണോ അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. നമുക്ക് അത്രയും കാര്യമുള്ള ഒരാളാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് ബാസിൽ. അപ്പോൾ ചെറുക്കന് അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഉണങ്ങിപ്പോ അവൻ്റെ വീട്ടിൽ പോയി ഉറങ്ങിയിട്ടുണ്ടാവും. എത്തിയിട്ട് എന്നെ വിളിക്കാറുണ്ട്. വലിയ ആനക്ക് അതൊക്കെ പറഞ്ഞ് പോയതാണ്. ഞാൻ ആനനെ കണ്ട് നോക്കി പേടിപ്പിച്ചുകൊണ്ട് എന്താവുമെന്നൊന്നും അറിയില്ല. എന്തായാലും വിളിച്ചു നോക്കട്ടെ. അപ്പോൾ നമ്മുടെ വ്ളോഗ് കണ്ട എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ വ്ളോഗുകൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ജോർജിയക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് എനിക്കൊരു 50K നമ്മളെ യൂട്യൂബിലാക്കണമെന്നുണ്ട്. അപ്പോൾ അതിനെല്ലാവരും സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ അടുത്ത വ്ളോഗുകളുടെ വീഡിയോകൾ വരും വരേക്കും എല്ലാവരോടും ബൈ.